Good morning dear students and warm welcome to our 22nd online class. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് നമ്മൾ 3 ടാക്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. TDS, TCS, അഡ്വാൻസ് ടാക്സ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് ഓൺ സെൽഫ് അസസ്മെൻറ്റ് എന്നുള്ളതാണ്. അപ്പോൾ സെൽഫ് അസസ്മെൻറ്റ് പഠിക്കുന്നതിനേക്കാളും മുമ്പ് നമുക്ക് റിവൈസ് ചെയ്യേണ്ടത് എന്താണ് അസസ്മെൻറ്റ്, അതിൽ ഏതൊക്കെ ടൈപ്സ് ഓഫ് അസസ്മെൻ്റ് ഉണ്ട്, അതിനുശേഷം നമുക്ക് സെൽഫ് അസസ്മെൻറ്റിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ എന്താണ് ഈ അസസ്മെൻ്റ് എന്ന് പറയുന്നത്? അസസ്മെൻറ്റ് മീൻസ് ദ ഡിറ്റർമിനേഷൻ ഓഫ് ദി ടോട്ടൽ ഇൻകം ആൻഡ് ടാക്സ് പേയബിൾ. എത്രത്തോളം ടോട്ടൽ ഇൻകം ഉണ്ട്, അതും എത്ര ടാക്സ് കൊടുക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു കാൽക്കുലേഷനെയാണ് അല്ലെങ്കിൽ കമ്പ്യൂട്ടേഷനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, അസസ്മെൻ്റ് എന്ന് പറയുന്നത്. 4 തരത്തിലുള്ള അസസ്മെൻ്റ് ആണുള്ളത്. ഏതൊക്കെയാണ്? സെൽഫ് അസസ്മെൻറ്റ്, റെഗുലർ അസസ്മെൻറ്റ്, ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് അസസ്മെൻറ്റ് ആൻഡ് റീ അസസ്മെൻറ്റ്. ഇതാണ് 4 അസസ്മെൻറ്റുകൾ പഠിക്കാനുള്ളത്. അപ്പോൾ 4 ടൈപ്സിൻ്റെയും സെൽഫ് അസസ്മെൻറ്റ്, റെഗുലർ അസസ്മെൻറ്റ്, ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് അസസ്മെൻറ്റ്, റീ അസസ്മെൻറ്റ്, 4ൻ്റെയും മീനിങ് എന്ന് പറയുന്നതും അതുപോലെ തന്നെ എൻ്റെ കാൽക്കുലേഷൻ എന്ന് പറയുന്നതും ഡിഫറെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. സെൽഫ് അസസ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? If any tax and or interest is payable on the basis of the return of income after taking into account the advance tax paid and TDS, etc., the assessee shall first pay the such tax and or an interest and then file the return along with the proof of such payment, that is challan for payment. This is called self assessment. അപ്പോൾ സെൽഫ് അസസ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്വന്തമായിട്ട് എസ് തന്നെ എത്രത്തോളം ടോട്ടൽ ഇൻകം ഉണ്ട്, എത്ര ടാക്സ് പേയബിൾ ഉണ്ട്, TDS ഉണ്ട്, അതിനെക്കുറിച്ചൊരു കമ്പ്യൂട്ടേഷൻ നടത്തുന്നതിനെയാണ് സെൽഫ് അസസ്മെൻ്റ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ അതിൻ്റെ റിട്ടേൺ കൊടുക്കുകയും ചലാൻ ഫോർ പേയ്മെൻറ്റ് ഫില്ല് ചെയ്യുകയും സ്വന്തമായിട്ട് ചെയ്യുന്നതിനെയാണ് സെൽഫ് അസസ്മെൻ്റ് എന്ന് പറയുന്നത്. On the basis of return of income after taking into account the advance tax paid and tax deducted at source. ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ടാക്സ് കൊടുക്കുന്നത് എന്തുമ്പോഴാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അഡ്വാൻസ് ടാക്സ് എത്ര കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ TDS, അത് കഴിഞ്ഞതിന് ശേഷം എത്ര ടാക്സ് കൊടുക്കണമെന്നുള്ളതാണ് സെൽഫ് അസസ്മെൻറ്റിൽ നോക്കുന്നത്. സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് അസസ്മെൻറ്റ് ഓൺ ദി ബേസിസ് ഓഫ് റിട്ടേണിൻ്റെ ബേസിസിൽ അസസ് ചെയ്യുന്നതിനെയാണ് സെക്കൻഡായിട്ട് പറയുന്നത്. ദാറ്റ് ഈസ് after the return is filed, an intimation is sent to the assessee for paying any sum remaining payable. റിട്ടേൺ ചെയ്തതിന് ശേഷം ഏതെങ്കിലും ബാക്കിന് കൊടുക്കാനുണ്ടെങ്കിൽ അത് ഇൻറ്റിമേഷൻ ചെയ്തതിന് ശേഷം കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അസസ്മെൻറ്റ് ഓൺ ദ ബേസിസ് ഓഫ് റിട്ടേൺ. Such intimation shall be deemed to be an order of assessment on the basis of the return. റിട്ടേണിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു അസസ്മെൻറ്റ് ഓർഡറിൻ്റെ ബേസിസിലാണ് ടാക്സ് അടയ്ക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനെയാണ് അസസ്മെൻറ്റ് ഓൺ ദ ബേസിസ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത്. If the assessee has paid excess tax, it will be refunded. എന്തെങ്കിലും ടാക്സ് അധികമായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യാനായിട്ട് സാധിക്കും? റീഫണ്ട് ചെയ്യാനായിട്ട് സാധിക്കും. The assessing officer must send intimation for any tax etc. due from the assessee on the basis of the return within 1 year from the end of the financial year in which the return is made. SSC റിട്ടേൺ ഫയൽ ചെയ്തതിന് ശേഷം കൂടുതൽ എന്തെങ്കിലും എമൗണ്ട് കൊടുക്കണമെന്ന് അസസിങ് ഓഫീസർക്ക് തോന്നുകയാണെങ്കിൽ ഒരു ഇൻറ്റിമേഷൻ കൊടുത്തുകൊണ്ട് 1 വർഷത്തിനുള്ളിൽ, ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞ് 1 വർഷത്തിനുള്ളിൽ, വിത്തിൻ 1 ഇയർ, 1 വർഷത്തിനുള്ളിൽ ഇൻറ്റിമേഷൻ അസസിങ് ഓഫീസർ SSCയെ അറിയിക്കേണ്ടതാണ്. The assessing officer giving the intimation, the assessee must give the amount. ടാക്സ് അടയ്ക്കണമെന്ന് അസസിങ് ഓഫീസർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനടി അത് SSC അടയ്ക്കേണ്ടതാണ്. തേർഡ് ടൈപ്പ് ഓഫ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത് റെഗുലർ അസസ്മെൻറ്റ് ബൈ അസസിങ് ഓഫീസർ. റെഗുലറായിട്ട് അസസ്മെൻറ്റ് ഓഫീസർ കൊടുക്കുന്ന അസസ്മെൻറ്റിനെയാണ് എന്തായിട്ട് പറയുന്നത്? റെഗുലർ അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് മീൻസ് ദ അസസ്മെൻറ്റ് മെയ്ഡ് ഓൺ ദി ബേസിസ് ഓഫ് എവിഡൻസ് ഓർ ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് അസസ്മെൻറ്റ് അണ്ടർ സെക്ഷൻ 144. എവിഡൻസിൻ്റെ ബേസിസിലോ അല്ലെങ്കിൽ ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ്, അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ നോളേജിൽ നിന്ന് ഒരു അസസ്മെൻറ്റിൻ്റെ ബേസിസിൽ കൊടുക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? റെഗുലർ അസസ്മെൻറ്റ് ബൈ അസസിങ് ഓഫീസർ എന്ന് പറയുന്നത്.
In the first type of assessment notice under section 143(2), അതായത് ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് എന്താണ്, എവിഡൻസിൻ്റെ ബേസിസിലാണ് അസസിങ് ഓഫീസർ ഇഷ്യൂ ചെയ്യുന്നത് എന്നുണ്ടെങ്കിലാണ് ഫസ്റ്റ് കേസ് പറയുന്നത്. It is issued for furnishing evidence in support of the return and enquiry is made before assessment. അസസ്മെൻറ്റിന് മുമ്പായിട്ട് ഏതെങ്കിലും എവിഡൻസ് സബ്മിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇഷ്യൂ ചെയ്യുന്നതാണ് ഈ അസസ്മെൻറ്റ് ഓഫീസർ സെൻഡ് ചെയ്യുന്നതാണ് ഈ ഫസ്റ്റ് കേസ് റെഗുലർ അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ സെക്കൻഡ് കേസ് പറയുന്നത് ബെസ്റ്റ് ജഡ്ജ്മെൻ്റ് ആണ്. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് അസസ്മെൻറ്റ് ഈസ് മെയ്ഡ് by the assessing officer when the assessee does not file the return at all. റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ലെങ്കിലാണ് ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് റിട്ടേൺ എന്ന് പറയുന്നത് അസസിങ് ഓഫീസർ റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് പറയുന്നത്. ഇറ്റ് ഈസ് അഗെയിൻ ഓഫ് ടു കൈൻഡ്സ്, നെയിംലി കമ്പൽസറി ആൻഡ് ഡിസ്ക്രിഷണറി. രണ്ട് തരത്തിലാണ് ബെസ്റ്റ് ജഡ്ജ്മെൻ്റ് ഉള്ളത്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കമ്പൽസറിയും സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഡിസ്ക്രിഷണറിയാണ്. അപ്പോൾ ബെസ്റ്റ് ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്നത് ദി അസസിങ് ഓഫീസർ ഷുഡ് റിയലി ബേസ് ദ ജഡ്ജ്മെൻറ്റ് ഓൺ ഹിസ് ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ്. അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് ജഡ്ജ്മെൻറ്റിൽ നിന്നായിരിക്കണം ഈ റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് അസസിങ് ഓഫീസർ പറയുന്നത്. He must make what he honestly believe to be fair estimate of his income. ഫെയർ എസ്റ്റിമേറ്റിൻ്റെ ബേസിസിലാണ് അസസിങ് ഓഫീസർ റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് പറയുന്നത്. കമ്പൽസറി ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? Compulsory best judgment assessment is made if the assessee has failed to file his return or has failed to comply with the notice under section 142 subsection 1 or 142 subsection 2A or 143 subsection 2. അപ്പോൾ കമ്പൽസറി ഡിസ്ക്രിഷൻ എന്ന് പറഞ്ഞാൽ കമ്പൽസറി ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്നത് എങ്ങനെയുള്ളതായിരിക്കണം? റിട്ടേൺ ഫയൽ ചെയ്യാതെ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ. ഏതൊക്കെയാണ് അണ്ടർ സെക്ഷനിലുള്ളത്? 142(1), 2A ആൻഡ് 143(2). ഇനി ഡിസ്ക്രിഷണറി ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മെയ്ഡ് വെൻ ദ അസസിങ് ഓഫീസർ ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ദ കറക്റ്റ്നെസ് ഓഫ് ദ അക്കൗണ്ട്സ് ഓഫ് ദ SSC. SSC സബ്മിറ്റ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഫർണിഷ് ചെയ്തിട്ടുള്ള അക്കൗണ്ട്സ് എന്ന് പറയുന്നത് സാറ്റിസ്ഫൈഡ് അല്ല അസസിങ് ഓഫീസർ എന്നുണ്ടെങ്കിൽ അയക്കുന്ന ഒരു നോട്ടീസിനെയാണ് ഡിസ്ക്രിഷണറി ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓർ ഇഫ് നോ മെത്തേഡ് ഓഫ് അക്കൗണ്ടിങ് ഹാസ് ബീൻ റെഗുലർലി എംപ്ലോയ്ഡ് ബൈ ദ SSC കാൽക്കുലേറ്റ് ചെയ്യുന്നത് റെഗുലർ ആയിട്ടുള്ള ഒരു മെത്തേഡ് അല്ല എന്നുണ്ടെങ്കിൽ അവിടെയും കമ്പൽസറി ബെസ്റ്റ് ജഡ്ജ്മെൻ്റ് അല്ല ചെയ്യുന്നത്. ഏതാണ് ചെയ്യുന്നത്? ഡിസ്ക്രിഷണറി ബെസ്റ്റ് ജഡ്ജ്മെൻ്റ് ആണ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ് ബെസ്റ്റ് ജഡ്ജ്മെൻറ്റിൽ? കമ്പൽസറിയും ഡിസ്ക്രിഷണറി. കമ്പൽസറി ആണെങ്കിൽ റിട്ടേൺ ഫയൽ ചെയ്യാതിരിക്കുകയും അതോടൊപ്പം തന്നെ അത് ബെസ്റ്റ് ജഡ്ജ്മെൻ്റ് ആണെന്ന് അസസിങ് ഓഫീസർക്ക് തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ ചെയ്യുന്നതാണ് കമ്പൽസറി ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഡിസ്ക്രിഷണറി ആണെങ്കിൽ റിട്ടേണൊക്കെ ഫയൽ ചെയ്തിട്ടുണ്ട് പക്ഷേ ഫർണിഷ് ചെയ്ത ഡോക്യുമെൻറ്റ്സ് കറക്റ്റ് അല്ല എന്ന് തോന്നുകയാണെങ്കിൽ അവിടെ വരുന്ന ജഡ്ജ്മെൻറ്റിനെയാണ് ഡിസ്ക്രിഷണറി ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഫോർത്ത് വൺ റീഅസസ്മെൻ്റ് ആണ്. ഇഫ് ദ അസസിങ് ഓഫീസർ ഹാസ് റീസൺ ടു ബിലീവ് ദാറ്റ് എനി ഇൻകം ചാർജബിൾ ടു ടാക്സ് ഹാസ് എസ്കേപ്ഡ് അസസ്മെൻറ്റ് ഹി മേ അസസ് ഓർ റീഅസസ് സച്ച് ഇൻകം. അസസിങ് ഓഫീസർ റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് നോട്ട് ചെയ്യുകയാണ് SSC ഏതെങ്കിലും ഒരു ഇൻകം എസ്കേപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ കൊടുക്കുന്ന അസസ്മെൻറ്റിനെയാണ് റീഅസസ്മെൻറ്റ് എന്ന് പറയുന്നത്. For making reassessment, an assessment has to be reopened under section 147. അങ്ങനെ റീഅസസ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അസസ്മെൻറ്റ് റീഓപ്പൺ ചെയ്യണം. അതായത് ഓൾറെഡി റിട്ടേൺ ഫയൽ ചെയ്തിട്ടുള്ളതാണ് പക്ഷേ അതിൽ എസ്കേപ്പ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് റീഅസസ്മെൻറ്റ് നടത്താനായിട്ട് അസസിങ് ഓഫീസർ പറയുന്നത്. അങ്ങനെ വരുന്ന കേസിലാണ് അണ്ടർ സെക്ഷൻ 147 അസസ്മെൻറ്റ് റീഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ 4 ടൈപ്പ് ഓഫ് അസസ്മെൻറ്റ് എല്ലാവർക്കും മനസ്സിലായില്ലേ? അസസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുകയും അഡ്വാൻസ് ടാക്സ് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മുൻപായിട്ട് ടാക്സബിൾ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുകയും ചെയ്യുന്നതിനെയാണ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. 4 തരത്തിലുള്ള അസസ്മെൻ്റ് ആണുള്ളത്. ഏതൊക്കെയാണ് 4 തരത്തിലുള്ള അസസ്മെൻറ്റ് എന്ന് പറയുന്നത്? സെൽഫ് അസസ്മെൻറ്റ്, അതുപോലെ തന്നെ അസസ്മെൻറ്റ് ഓൺ ദ ബേസിസ് ഓഫ് റിട്ടേൺ. തേർഡ് വൺ എന്ന് പറയുന്നത് റെഗുലർ അസസ്മെൻറ്റ്. അതിൽ 2 എണ്ണം ഉണ്ട്. ഏതൊക്കെയാണ്? റെഗുലർ ആയിട്ടുള്ള റിട്ടേൺ ഫയൽ ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് അസസ്മെൻ്റ് ആണ്. ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് അസസ്മെൻറ്റിൽ അഗെയിൻ 2 കാറ്റഗറി വരുന്നുണ്ട്. ഏതൊക്കെയാണ്? കമ്പൽസറിയും ഡിസ്ക്രിഷണറിയും വരുന്നുണ്ട്. ലാസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ഏതാണ്? റീഅസസ്മെൻറ്റ്.
അതായത് നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇല്ലാത്തൊരു ടോപ്പിക്കാണ് ഞാൻ ഇത്ര നേരം ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അത് മുമ്പ് നമ്മൾ S5 ജസ്റ്റ് ഒന്ന് പഠിച്ചിട്ടുണ്ട് ഈ അസസ്മെൻറ്റിനെ കുറിച്ചിട്ട്. എന്നുണ്ടെങ്കിലും നിങ്ങൾ അതൊന്ന് നോട്ട് ചെയ്ത് പഠിക്കേണ്ടതാണ്. അത് ചെറിയൊരു ലെക്ചർ നോട്ട് എഴുതിയെടുക്കുക, എന്നിട്ട് പഠിക്കേണ്ടതാണ്. ഓക്കെ, അത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ നിർബന്ധമായിട്ടും അസസ്മെൻറ്റ് എന്താണെന്നുള്ളതും 4 ടൈപ്പ് ഓഫ് അസസ്മെൻറ്റ് എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ടോപ്പിക്കിലേക്ക് പോവാം. എനിക്കിവിടെ എടുക്കേണ്ടത് അസസ്മെൻറ്റിനെ കുറിച്ചിട്ടല്ല, പിന്നെ എന്തിനെ കുറിച്ചിട്ടാണ്? പേയ്മെൻറ്റ് ഓഫ് ടാക്സ് ഓൺ സെൽഫ് അസസ്മെൻറ്റ്. ടാക്സ് സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുന്ന ഒരു കാറ്റഗറിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ TDS-ഉം TCS-ഉം അഡ്വാൻസ് ടാക്സും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിലൊരു 2 ടോപ്പിക്കും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഒന്ന് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് ഓൺ സെൽഫ് അസസ്മെൻറ്റും രണ്ടാമത്തത് നോട്ടീസ് ഓഫ് ഡിമാൻഡും. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഞാൻ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്, പേയ്മെൻറ്റ് ഓഫ് ടാക്സ് ഓൺ സെൽഫ് അസസ്മെൻറ്റ്. സെൽഫ് അസസ്മെൻറ്റ് എന്താണെന്നുള്ളത് നേരത്തെ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്വന്തമായിട്ട് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുകയും ടാക്സബിൾ ഇൻകം കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ബേസിസിൽ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുകയും റിട്ടേൺ ഫയൽ ചെയ്യുകയും അതോടൊപ്പം തന്നെ അഡ്വാൻസ് ടാക്സിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റും TDS-ഉം കറക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്യുന്ന അസസ്മെൻറ്റിനെയാണ് എന്തായിട്ട് പറയുന്നത്? സെൽഫ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. So every person before submitting return of income under section 139 or section 142I or section 148 or section 153A, as the case may be, is under an obligation to make a self assessment of his income and after making into account the amount of tax already paid, if any, pay self assessment tax. അപ്പോൾ സെൽഫ് അസസ്മെൻറ്റ് ടാക്സ് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഏതൊക്കെ സെക്ഷനാണ് ഒരു SSC ഫോളോ ചെയ്യേണ്ടത്? സെക്ഷൻ 139, 142I, 148 ആൻഡ് 153A സ്പെഷ്യൽ കാറ്റഗറീസ് ആണ്. അതിലേത് കാറ്റഗറിയിലാണോ ഈ SSC ഇൻക്ലൂഡ് ആകുന്നത് അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ടാക്സ് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ അവിടെ ഒരു ഒബ്ലിഗേഷൻ എന്ന് പറയുന്നത് സെൽഫ് അസസ്മെൻറ്റിന് ഏതാണുള്ളത്? എല്ലാ ഇൻകവും ടേക്കിംഗ് ഇൻ ടു അക്കൗണ്ട് ദ എമൗണ്ട് ഓഫ് ടാക്സ് ഓൾറെഡി പെയ്ഡ്. ഏതിനൊക്കെയാണ് ടാക്സ് ഓൾറെഡി പെയ്ഡും ചെയ്തിട്ടുള്ളത് അതും കൂടിയും എല്ലാ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എടുത്തുകൊണ്ട് വേണം സെൽഫ് അസസ്മെൻറ്റ് ടാക്സ് എന്ന് പറയുന്നത് കമ്പ്യൂട്ട് ചെയ്യാനായിട്ട്. The SSC shall be liable to pay such tax together with the interest payable for any delay in furnishing the return or any default or delay in payment of advance tax. എന്തിനൊക്കെ ഡീഫോൾട്ട് വരുത്താം? റിട്ടേൺ ഫയൽ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ അഡ്വാൻസ് ടാക്സ് കൊടുക്കുന്നതിന് ഡിലേ വരുത്തുകയോ അല്ലെങ്കിൽ തെറ്റ് വരുത്തുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ SSC എന്ന് പറയുന്ന ആൾ എന്തായിരിക്കും? ലയബിൾ ആയിരിക്കും. അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് കൊടുക്കാനുള്ള ഒരു ലയബിലിറ്റി ആർക്കുണ്ടായിരിക്കും? SSCക്ക് ഉണ്ടായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് ഓൺ സെൽഫ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. പ്രോപ്പർ ടൈമിൽ റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം. ആ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ഏതിനൊക്കെയാണ് ടാക്സ് ഡിഡക്റ്റ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഏതൊക്കെ ഇൻകത്തിനാണ് ടാക്സ് കൊടുക്കേണ്ടത് അതും കൂടി കണക്കിലെടുത്തുകൊണ്ട് വേണം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. അതോടൊപ്പം പിന്നെ പറയുന്നത് എന്താണ്? അതിൽ ഡീഫോൾട്ട് വരുത്തുകയോ അല്ലെങ്കിൽ ഡിലേ വരുത്തുകയോ ഏതിനൊക്കെ? റിട്ടേൺ ഫയൽ ചെയ്യുന്നതിലും അതോടൊപ്പം തന്നെ അഡ്വാൻസ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിലും മിസ്റ്റേക്കുകൾ വരുത്തുകയോ അല്ലെങ്കിൽ ഡിലേ വരുത്തുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തടയ്ക്കേണ്ടതായിട്ട് വരും? SSCs പെനാൽറ്റി അടയ്ക്കേണ്ടതായിട്ട് വരും. സെക്കൻഡ് ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, അതായത് 5th ഐറ്റം സെൻട്രൽ ഗവൺമെൻറ്റിലെ ടാക്സ് അടയ്ക്കേണ്ടത് നോട്ടീസ് ഓഫ് ഡിമാൻഡ്. ഡിമാൻഡ് കിട്ടിയതിന് ശേഷം, അതായത് നോട്ടീസ് ഓഫ് ഡിമാൻഡ് ഒരു SSCക്ക് കിട്ടിയതിന് ശേഷം ടാക്സ് അടയ്ക്കുന്നതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? നോട്ടീസ് ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. സെക്ഷൻ 156 ആണ് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രൊവിഷൻസ് പറയുന്നത്. വെൻ എനി ടാക്സ്, ഇൻട്രസ്റ്റ്, penalty, fine or any other sum is payable in consequence of any order passed under the Income Tax Act, the assessing officer shall serve upon the SSC a notice of demand in the prescribed form specifying the sum so payable. അപ്പോൾ ആരാണ് ഈ നോട്ടീസ് ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് അയക്കുന്നത്? അസസിങ് ഓഫീസറാണ് അയക്കുന്നത്. ആർക്കാണ് അയക്കുന്നത്? SSCക്കാണ് അയക്കുന്നത്. എപ്പോഴാണ് അയക്കുന്നത്? അതിൽ ഏതെങ്കിലും ഒരു എമൗണ്ടിൽ ടാക്സ് കൊടുക്കുന്നതിലോ അല്ലെങ്കിൽ പലിശ, പെനാൽറ്റി, ഫൈൻ എന്ന് പറയുന്നതിൽ കൊടുക്കുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ടെങ്കിലാണ് ഒരു അസസിങ് ഓഫീസർ നോട്ടീസ് ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് അയക്കുന്നത്. എങ്ങനെയാണ് അയക്കേണ്ടത്? ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോമിൽ അയക്കണം. അതുപോലെ തന്നെ ആ സ്പെസിഫൈഡ് പീരീഡിനുള്ളിലാണ് നോട്ടീസ് ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് ഒരു അസസിങ് ഓഫീസർ ഒരു SSCക്ക് അയക്കേണ്ടത്.
The SSE is under obligation to pay the amount as per the notice of demand within 30 days of the service of the notice. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സ്പെസിഫൈഡ് ടൈമിനുള്ളിലാണ് അസസിങ് ഓഫീസർ നോട്ടീസ് ഓഫ് ഡിമാൻഡ് SSEക്ക് അയക്കേണ്ടത്. ആ സ്പെസിഫൈഡ് പീരീഡാണ് ഇവിടെ പറയുന്നത്. ദി SSE ഈസ് അണ്ടർ ഒബ്ലിഗേഷൻ ടു പേ ദ എമൗണ്ട് ആസ് പെർ ദ നോട്ടീസ് ഓഫ് ഡിമാൻഡ് വിത്തിൻ 30 days ഓഫ് ദ സർവീസ് ഓഫ് ദ നോട്ടീസ്. നോട്ടീസ് കൈപ്പറ്റിയതിന് ശേഷം 30 ദിവസത്തിനുള്ളിൽ എമൗണ്ട് അടയ്ക്കേണ്ടതുണ്ട്. ബട്ട് ഇഫ് ദ അസസിങ് ഓഫീസർ ഹാസ് റീസൺ ടു ബിലീവ് ദാറ്റ് ഇറ്റ് വിൽ ബി detrimental to revenue if the full period of 30 days is allowed, he may direct that the amount specified in the notice of demand shall be paid even earlier than 30 days. അപ്പോൾ അസസിങ് ഓഫീസർക്ക് ഡിസൈഡ് ചെയ്യാവുന്നതാണ് എന്നാണ് ഈ എമൗണ്ട് കൊടുക്കേണ്ടത് എന്നുള്ളത്. ഇവിടെ പറയുന്നത് ഇഫ് ദ അസസിങ് ഓഫീസർ ഹാസ് റീസൺ, ഒരു സ്പെഷ്യൽ റീസൺ കൊണ്ടാണ് അസസിങ് ഓഫീസർ പറയുന്ന ഡേറ്റ് എന്നുണ്ടെങ്കിൽ ടു റവന്യൂ ഇഫ് ദ ഫുൾ പീരീഡ് ഓഫ് 30 days ഈസ് അലൗഡ്, 30 ദിവസവും ഒരു അസസിങ് ഓഫീസർക്ക് അനുവദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഹി മേ ഡയറക്റ്റ് ദാറ്റ് എമൗണ്ട് സ്പെസിഫൈഡ് ഇൻ ദ നോട്ടീസ് ഓഫ് ഡിമാൻഡ് ഷാൽ ബി പെയ്ഡ് ഈവൻ ഏർലിയർ ദെൻ 30 days. 30 ദിവസത്തിനുള്ളിൽ അടയ്ക്കുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല. എമൗണ്ട് എങ്ങനെയാണ് കണക്കാക്കേണ്ടത്? നോട്ടീസ് ഓഫ് ഡിമാൻഡിൽ എത്ര രൂപയാണോ പറഞ്ഞിട്ടുള്ളത് ആ എമൗണ്ടാണ് 30 ദിവസത്തിനുള്ളിൽ അടയ്ക്കേണ്ടത്. ഓക്കെ, റവന്യൂ ഉണ്ട്, ഡെട്രിമെൻ്റൽ ടു റവന്യൂ ആണെങ്കിൽ മാത്രമേ അവിടെ എന്ത് കണക്കാക്കേണ്ട വരുള്ളൂ? ഫുള്ള് 30 ദിവസം ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് നോട്ടീസ് ഓഫ് ഡിമാൻഡിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്. ക്ലിയർ ആയി? അപ്പോൾ 5 ടോപ്പിക്ക് സെൻട്രൽ ഗവൺമെൻറ്റിൽ നമ്മൾ ടാക്സ് അടയ്ക്കുന്നതിൻ്റെ ബേസിസിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എല്ലാ സ്റ്റുഡൻസിനും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞാൻ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാണ്. ദറ്റ് ഈസ് റിക്കവറി ഓഫ് ടാക്സ് എന്ന് പറയുന്നത്. എന്താണ് ഈ റിക്കവറി ഓഫ് ടാക്സ് എന്ന് പറയുന്നത്? വെൻ ദ അരിയേഴ്സ് ഓഫ് ടാക്സ്, penalty, fine or any other amount payable under the act is not paid within the time allowed, the income tax authorities may start the process of recovery of tax. റിക്കവറി ഓഫ് ടാക്സ് എന്ന് പറയുന്നത് ഇൻകം ടാക്സ് അതോറിറ്റി ആണ് ആ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. എപ്പോഴാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്? അരിയർ വരുത്തുമ്പോൾ. ഒരു SSE ഏതിനൊക്കെ അരിയർ വരുത്തുകയാണ്? ടാക്സ് അടയ്ക്കുന്നതിലോ അല്ലെങ്കിൽ പെനാൽറ്റി, ഫൈൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എമൗണ്ട് കൊടുക്കുന്നതിൽ ആസ് പെർ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ഏതെങ്കിലും ഒരു എമൗണ്ട് കൊടുക്കുന്നതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ വിത്തിൻ ദ ടൈം ലിമിറ്റ്, സ്പെസിഫൈഡ് ടൈം പീരീഡിനുള്ളിൽ അടച്ചിട്ടില്ലെങ്കിൽ ഇൻകം ടാക്സ് അതോറിറ്റീസ് റിക്കവറി ഓഫ് ടാക്സ് എന്ന് പറയുന്ന പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ പ്രൊസീജിയറിൽ പറയുന്ന പ്രൊവിഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇഫ് ദ എമൗണ്ട് സ്റ്റേറ്റഡ് ഇൻ ദ നോട്ടീസ് ഓഫ് ഡിമാൻഡ് ഈസ് നോട്ട് പെയ്ഡ് വിത്തിൻ ദ പീരീഡ് സ്റ്റേറ്റഡ് ഇൻ ദ നോട്ടീസ് ഓഫ് ഡിമാൻഡ്, ദ SSE ഷാൽ ബി ലയബിൾ ടു പേ സിമ്പിൾ ഇൻട്രസ്റ്റ് അറ്റ് ദ റേറ്റ് ഓഫ് 1% പെർ മന്ത്. നോട്ടീസ് ഓഫ് ഡിമാൻഡിൽ പറയുന്ന തുക അസസിങ് ഓഫീസർ നോട്ടീസ് ഓഫ് ഡിമാൻഡിൽ എത്ര എമൗണ്ട് ആണോ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത് അത് ആ പറഞ്ഞിട്ടുള്ള സ്പെസിഫൈഡ് പീരീഡിനുള്ളിൽ അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റോട് കൂടിയിട്ട് അടയ്ക്കേണ്ടതാണ്. ഇൻട്രസ്റ്റിൻ്റെ റേറ്റ് എത്രയാണ്? സിമ്പിൾ ഇൻട്രസ്റ്റ് 1% ആണ് അടയ്ക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അറ്റ് ദ റേറ്റ് ഓഫ് 1% പെർ മന്ത്, ഒരു മാസത്തേക്ക് 1% എന്നുള്ള ഇനത്തിലാണ് ഡീഫോൾട്ട് വരുത്തിയിട്ടുണ്ടെങ്കിൽ പലിശ കൊടുക്കേണ്ടത്. The assessing officer may extend the time for payment or an application made by the SSE before the expiry of the due date of payment. Assessing officerക്ക് എന്തിനുള്ള അധികാരമുണ്ട്? ആ പറഞ്ഞ സ്പെസിഫൈഡ് പീരീഡ് എന്ന് പറയുന്നത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാനും അതുപോലെ തന്നെ SSE കൊടുക്കുന്ന അപ്ലിക്കേഷൻ ഡ്യൂ ഡേറ്റിന് മുമ്പായിട്ട് SSE ഒരു അപ്ലിക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ അതിൽ ഒരു ശരിയായിട്ടുള്ളൊരു തീരുമാനം എടുക്കാനുള്ള ഒരു റൈറ്റ് ആർക്കുണ്ട്? അസസിങ് ഓഫീസർക്ക് ഉണ്ട്. The principal chief commissioner or chief commissioner or principal commissioner or commissioner may reduce or waive the amount of interest on the application of the SSE under certain circumstances. അത് നമ്മൾ മുമ്പ് ഓരോ അതോറിറ്റീസിൻ്റെയും പവേഴ്സ് എന്ന് പറയുന്ന പഠിച്ച ആ ഒരു സെഷനിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ ആർക്കൊക്കെയാണ് ഈ ഡേറ്റ് എന്ന് പറയുന്നത് സ്പെസിഫൈഡ് പീരീഡ് എന്ന് പറയുന്നത് റെഡ്യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ വെയ്വ് ചെയ്യാനോ ഉള്ള അധികാരമുള്ളത്? പ്രിൻസിപ്പൽ ചീഫ് കമ്മീഷണർ ആയിരിക്കാം, അല്ലെങ്കിൽ ചീഫ് കമ്മീഷണർ, പ്രിൻസിപ്പൽ കമ്മീഷണർ ഓർ കമ്മീഷണർ. ഇത്രയും പേർക്ക് ആ സ്പെസിഫൈഡ് പീരീഡ് എന്ന് പറയുന്നത് റെഡ്യൂസ് ചെയ്യാനോ വെയ്വ് ചെയ്യാനോ അധികാരമുണ്ട്. അതോടൊപ്പം തന്നെ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റും റെഡ്യൂസ് ചെയ്യാനും വെയ്വ് ചെയ്യാനും സെർട്ടൈൻ സർക്കംസ്റ്റാൻസസിൽ ഒരു പവർ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്.
As per section 221, an SSC is in default and penalty shall be imposed in the following circumstances. എപ്പോഴൊക്കെയാണ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഒരു പെനാൽറ്റി അല്ലെങ്കിൽ ഫൈനായിട്ട് കൊടുക്കുന്നത്? SSC ഡീഫോൾട്ട് വരുത്തുക. ആ ഡീഫോൾട്ട് വരുത്തുന്നത് ആസ് പെർ സെക്ഷൻ 221 പ്രകാരം ഏതൊക്കെയാണ് സർക്കംസ്റ്റാൻസസ് പറയുന്നത്? ഇഫ് ദ എമൗണ്ട് ഓഫ് ടാക്സ് ഇസ് നോട്ട് പെയ്ഡ് വിത്തിൻ ദ ടൈം അലൗഡ്, പറഞ്ഞ സമയത്തിനുള്ളിൽ ടാക്സ് അടച്ചിട്ടില്ലെങ്കിലോ, അല്ലെങ്കിൽ ഇഫ് ഇൻ എ കേസ് വെയർ ദ പേയ്മെൻറ്റ് ബൈ ഇൻസ്റ്റാൾമെൻറ്റ് ഈസ് അലൗഡ്, ദ എമൗണ്ട് ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ് ഈസ് നോട്ട് പെയ്ഡ് വിത്തിൻ ദ ടൈം അലൗഡ്. ഇനി ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അടയ്ക്കാനായിട്ട് പെർമിഷനുള്ള പ്രൊവിഷൻസ് ആണെങ്കിൽ ആ പറഞ്ഞിട്ടുള്ള ഡേറ്റിന് ഇൻസ്റ്റാൾമെൻറ്റിന് മുമ്പായിട്ട് അല്ലെങ്കിൽ ആ ടൈം പീരീഡിനുള്ളിൽ റിക്വയർഡ് എമൗണ്ട് അടച്ചിട്ടില്ലെങ്കിലാണ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് കൊടുക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ ആസ് പെർ സെക്ഷൻ 221 പ്രകാരം ടാക്സ് അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തുകയോ അതുമല്ല ഇൻസ്റ്റാൾമെൻറ്റ് വൈസായിട്ടാണ് അടയ്ക്കേണ്ടത് എന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് കൊടുക്കേണ്ട സമയത്തിനുള്ളിൽ റിക്വയർഡ് എമൗണ്ട് കൊടുത്തിട്ടില്ലെങ്കിലുമാണ് പെനാൽറ്റി അല്ലെങ്കിൽ ഫൈൻ എന്ന് പറയുന്നത് അടയ്ക്കേണ്ടതായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ റിക്കവറി ഓഫ് ടാക്സ് എന്ന് പറയുന്നത് എന്താണെന്നും എപ്പോഴാണ് അടയ്ക്കേണ്ടതെന്നും ആരാണ് അത് വെയ്വ് ചെയ്യാനും അതുപോലെ തന്നെ റിഡ്യൂസ് ചെയ്യാനുള്ള പവർ എന്നുള്ളതും എല്ലാവർക്കും മനസ്സിലായില്ലേ? നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വാട്ട് ഈസ് ദ മോഡ് ഓഫ് റിക്കവറി ഓഫ് ടാക്സ്. ഏതൊക്കെ വഴിയിലൂടെ നമുക്ക് റിക്കവറി ഓഫ് ടാക്സ് എന്ന് പറയുന്നത് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും ആസ് പെർ ഇൻകം ടാക്സ് ആക്ട്. Any amount payable under the act can be recovered by the following modes. First one, certificate to tax recovery officer, TRO എന്ന് പറയും, ടാക്സ് റിക്കവറി ഓഫീസർ ആസ് പെർ സെക്ഷൻ 222. സെക്ഷൻ 222ൽ പറയുന്ന പ്രൊവിഷൻസ് സർട്ടിഫിക്കറ്റ് ടു ടാക്സ് റിക്കവറി ഓഫീസർ, ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തുകൊണ്ട് ആർക്കാണ് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത്? TROന്, ടാക്സ് റിക്കവറി ഓഫീസർക്ക് കൊടുക്കുകയാണെങ്കിൽ സെക്ഷൻ 222 പ്രകാരമാണ് നമുക്ക് റിക്കവറി ഓഫ് ടാക്സ് എന്ന് പറയുന്നത് ചെയ്യാനായിട്ട് സാധിക്കും. അതിൻ്റെ പ്രൊവിഷൻസ് സെക്ഷൻ 222 നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. അതെന്താണെന്നുള്ളത് നോക്കാം. വെൻ എൻ SSC ഈസ് ഇൻ ഡീഫോൾട്ട് ഇൻ മേക്കിംഗ് പേയ്മെൻറ്റ്, ദി tax recovery officer will draw up under his signature a statement in the prescribed form and shall proceed to recover the specified amount by any of the following modes. അപ്പോൾ ഫസ്റ്റ് പവർ ആർക്കാണ്? TROനാണ് സെക്ഷൻ 222 പ്രകാരം. എപ്പോഴാണ് TRO ഈ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നത്? SSC പറഞ്ഞ സമയത്തിനുള്ളിൽ റിക്വയർഡ് എമൗണ്ട് കൊടുക്കാത്ത പക്ഷം അസസിംഗ് ഓഫീസർ ആയിട്ടുള്ള ടാക്സ് റിക്കവറി ഓഫീസർ TROന് ഒരു അദ്ദേഹത്തിൻ്റെ സിഗ്നേച്ചറുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോമിൽ ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ പറയുന്നത് ഷാൽ പ്രൊസീഡ് ടു റിക്കവർ ദ സ്പെസിഫൈഡ് എമൗണ്ട് ബൈ എനി ഓഫ് ദി ഫോളോയിങ് മോഡ്സ്. എങ്ങനെയൊക്കെയാണ് TROന് ഈ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാനായിട്ട് സാധിക്കുക? അറ്റാച്ച്മെൻറ്റ് ആൻഡ് സെയിൽ ഓഫ് ദ SSC's മൂവബിൾ പ്രോപ്പർട്ടി. ഏതെങ്കിലും ഒരു മൂവബിൾ പ്രോപ്പർട്ടി SSCക്ക് ഉണ്ടെങ്കിൽ അതിൽ അറ്റാച്ച് ചെയ്യാനോ അല്ലെങ്കിൽ സെയിൽ ഓഫ് ദ SSC's മൂവബിൾ പ്രോപ്പർട്ടി, അത് വിൽക്കുമ്പോൾ അതിന് അറ്റാച്ച് ചെയ്യാനോ TROന് സാധിക്കും. അതുപോലെ തന്നെ അറ്റാച്ച്മെൻറ്റ് ആൻഡ് സെയിൽ ഓഫ് SSC's ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, ഏതെങ്കിലും ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അതുമേ അറ്റാച്ച് ചെയ്യാനോ അല്ലെങ്കിൽ അത് വിൽക്കാനോ സാധിക്കും. തേർഡ് വൺ, അറസ്റ്റ് ഓഫ് ദ SSC ആൻഡ് ഹിസ് ഡിറ്റൻഷൻ ഇൻ പ്രസൻ. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഡിറ്റൻഷൻ ഇൻ പ്രസൻ, ജയിലിൽ തടങ്കലിൽ വെക്കാനോ ഉള്ള അധികാരം TROനുണ്ട്. അപ്പോയിൻറ്റിങ് എ റിസീവർ ഫോർ ദ മാനേജ്മെൻറ്റ് ഓഫ് ദ SSC's മൂവബിൾ ആൻഡ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ്. മൂവബിൾ അല്ലെങ്കിൽ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി SSCസിനുള്ളത് ഒരു റിസീവറെ വെച്ചുകൊണ്ട് ആ പ്രോപ്പർട്ടീസ് മാനേജ് ചെയ്യാനുള്ള ഒരു പവറും കൂടി TROനുണ്ട്. അപ്പോൾ സെക്ഷൻ 222 പ്രകാരം TROന് ഈ പ്രിസ്ക്രൈബ്ഡ് ഫോമിൽ സ്പെസിഫൈ ചെയ്തിട്ടുള്ള ഒരു സിഗ്നേച്ചറോട് കൂടിയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തുകൊണ്ട് എന്തൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും? മൂവബിൾ പ്രോപ്പർട്ടി ആയാലും ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആയാലും അറ്റാച്ച്മെൻറ്റോ അല്ലെങ്കിൽ സെയിലോ ചെയ്യാനായിട്ട് സാധിക്കും. അതും അല്ലെങ്കിൽ SSCനെ അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ജയിലിൽ തടങ്കലിൽ വെക്കാനോ സാധിക്കും. അതും അല്ലെങ്കിൽ ഫോർത്ത് പോയിന്റിൽ പറയുന്നത് SSCയുടെ മൂവബിൾ പ്രോപ്പർട്ടി ആയിക്കോട്ടെ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആയിക്കോട്ടെ ഒരു റിസീവറെ വെച്ചുകൊണ്ട് മാനേജ് ചെയ്യാനുള്ള ഒരു പവറാണ് TROന് ഉള്ളത്. ഈ 4 മോഡ് ഓഫ് ഇഷ്യൂ ആണ് TRO. സർട്ടിഫിക്കറ്റ് ടു
TRO എന്ന് പറയുന്ന സെക്ഷൻ 222 പ്രകാരം ചെയ്യുന്നത്. Okay, the TRO may take action for the recovery even if some other modes of recovery has already been adopted. ഈ TROന് ഈ പറയുന്ന 4 മോഡിന് പുറമെ even if some other modes of recovery has already been adopted, വേറെ ഏതെങ്കിലും ഒരു മോഡ് മുമ്പ് അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രമേ ഈ മോഡ്സ് ഇയാൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ആദ്യം ഒരു റിമൈൻഡറൊക്കെ വേണമെങ്കിൽ TROന് SSCസിന് കൊടുക്കാം. അതിനുശേഷമാണ് ഈ മുമ്പ് പറഞ്ഞിട്ടുള്ള 4 മോഡ് ഓഫ് അറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്നത് വരുന്നത്. നെക്സ്റ്റ് സെക്ഷൻ മോഡ് ഓഫ് റിക്കവറി ഓഫ് ടാക്സിലെ സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് സെക്ഷൻ 226 ആണ്. അതായത് എല്ലാ അതർ മോഡ്സ് ഓഫ് റിക്കവറി എന്ന് പറയുന്നത്, എല്ലാ റിക്കവറിയുടെയും മെയിൻ പവർ എന്ന് പറയുന്നത് ടാക്സ് റിക്കവറിങ് ഓഫീസർക്ക് തന്നെയാണ്. അത് തന്നെയാണ് ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ മെത്തേഡ് വേറെ ഏതെങ്കിലുമൊക്കെ മെത്തേഡുകൾ ഏതെങ്കിലും ഒരു അസസിങ് ഓഫീസർക്ക് ചെയ്യാവുന്നതാണ്. ആ മെത്തേഡുകളാണ് സെക്ഷൻ 226 പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ അറ്റാച്ച്മെൻറ്റ് ഓഫ് ദ സാലറി. സാലറിയിൽ അറ്റാച്ച് ചെയ്യാം. എങ്ങനെയാണ് സാലറിയിൽ അറ്റാച്ച് ചെയ്യുന്നത്? ഇഫ് ദ SSC ഈസ് ഇൻ റെസിറ്റ് ഓഫ് സാലറി, ദ അസസിംഗ് ഓഫീസർ ഓർ ദ TRO മേ ആസ്ക് ദ എംപ്ലോയർ ടു ഡിഡക്ട് ദ എമൗണ്ട് ഫ്രം ഹിസ് സാലറി ആൻഡ് റെമിറ്റ് ഇറ്റ് ടു ദ സെൻട്രൽ ഗവൺമെൻറ്. ഒരു SSC എന്ന് പറയുന്ന ഡീഫോൾട്ട് വരുത്തിയിട്ടുള്ള SSC ഒരു എംപ്ലോയി ആണെങ്കിൽ ആ എംപ്ലോയിക്ക് ഒരു അസസിംഗ് ഓഫീസറോ അല്ലെങ്കിൽ TRO ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്. എന്താണ് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത്? ഈ പറയുന്ന ഒരു സ്പെസിഫൈഡ് എമൗണ്ട് ഡിഡക്റ്റ് ചെയ്തതിന് ശേഷം മാത്രം എംപ്ലോയിക്ക് സാലറി കൊടുത്താൽ മതി. എന്നിട്ട് ആ ഡിഡക്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് എംപ്ലോയർ എന്ത് ചെയ്യണം? സെൻട്രൽ ഗവൺമെൻറ്റിൽ അടയ്ക്കണം. അതാണ് ഒരു മോഡ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് അറ്റാച്ച്മെൻറ്റ് ഓഫ് സാലറി. എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് ഡിലേ വന്നിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് എംപ്ലോയർ ത്രൂ കളക്ട് ചെയ്യുന്നതാണ് ഒരു സെക്ഷൻ 226 ഉള്ളത്. ഇനി സെക്കൻഡ് പ്രൊവിഷൻ എന്ന് പറയുന്നത് ഗാർണിഷി ഓർഡർ ആണ്. അത് 2 മാർക്കിൻ്റെ ചോദ്യം വരാവുന്നതാണ്. എല്ലാ സ്റ്റുഡൻസും അവിടെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞ് നോട്ട് ചെയ്ത് വയ്ക്കുക. ഗാർണിഷി ഓർഡർ എന്ന് പറയുന്നത് റിക്കവറി ഫ്രം ഡെറ്റേഴ്സിൽ നിന്ന് റിക്കവറി വഴി നമുക്ക് എങ്ങനെയാണ് റിക്കവറി ഓഫ് ടാക്സ് എന്ന് പറയുന്നത് എടുക്കാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത്. ദി അസസിംഗ് ഓഫീസർ ഓർ TRO മേ റിക്വയർ എനി പേഴ്സൺ from whom money is due or may become due to the SSC or any person who holds money for or on account of the SSC to pay the money to the assessing officer or TRO so much of the money due from the SSC. ആരെയാണ് നമ്മൾ ഡെറ്റേഴ്സ് എന്ന് പറയുന്നത്? ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഈസ് എൻ അസറ്റ്. നമുക്ക് പണം കിട്ടാനുള്ള ആൾക്കാരാണ് ഡെറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അസസിംഗ് ഓഫീസർ അല്ലെങ്കിൽ TRO എന്ന് പറയുന്നത് എന്താ? ആരെയാണ് സമീപിക്കുന്നത്? ഈ ഡെറ്റേഴ്സിനെയാണ് ടാക്സ് റിക്കവറിക്ക് വേണ്ടിയിട്ട് സമീപിക്കുന്നത്. അപ്പോൾ റിക്കവറി ഫ്രം ഡെറ്റേഴ്സ് എന്ന ഡെറ്റേഴ്സ് കമ്പനിക്ക് കൊടുക്കുന്നതിന് പകരം ആർക്ക് കൊടുക്കണം? അസസിംഗ് ഓഫീസർക്ക് അല്ലെങ്കിൽ ടാക്സ് റിക്കവറി ഓഫീസറുടെ ഇൻസ്ട്രക്ഷൻ പ്രകാരം ആ എമൗണ്ട് എവിടെ അടയ്ക്കുക? സെൻട്രൽ ഗവൺമെൻറ്റിൽ അടയ്ക്കുക. ആ ഒരു മെത്തേഡിനെയാണ് ഗാർണിഷി ഓർഡർ അല്ലെങ്കിൽ റിക്കവറി ഫ്രം ഡെറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ അസസിംഗ് ഓഫീസർ അല്ലെങ്കിൽ TRO എന്താണ് ചെയ്യുന്നത്? ആരാണോ ഡെറ്റേഴ്സ് എന്നുണ്ടെങ്കിൽ അവർക്കാണ് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത്. എന്താണ് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത്? അവർ കൊടുക്കാനുള്ള എമൗണ്ട് എന്ന് പറയുന്നത് SSCക്ക് കൊടുക്കാതെ ആ എമൗണ്ട് എവിടെ അടയ്ക്കണം? സെൻട്രൽ ഗവൺമെൻറ്റിൽ അടയ്ക്കുന്ന മെത്തേഡിനെയാണ് ഗാർണിഷി ഓർഡർ എന്ന് പറയുന്നത്. തേർഡ് മെത്തേഡ് അപ്ലിക്കേഷൻ ടു കോർട്ട്. കോടതിയിലേക്ക് ഒരു അപ്ലിക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. ദി അസസിംഗ് ഓഫീസർ ഓർ TRO മേ ഗിവ് എൻ അപ്ലിക്കേഷൻ ടു ദ കോർട്ട് ഇൻ ഹൂസ് കസ്റ്റഡി ദർ ഈസ് മണി ബിലോങ്ങിങ് ടു ദ SSC ടു ഗിവ് ദ എമൗണ്ട് ഇൻ ഡീഫോൾട്ട് ബൈ ദ SSC. ഇവിടെ പറയുന്നത് അസസിംഗ് ഓഫീസറോ അല്ലെങ്കിൽ TRO ഒരു അപ്ലിക്കേഷൻ കൊടുക്കുകയാണ്. എന്താണ് ഈ അപ്ലിക്കേഷൻ കൊടുക്കുന്നത്? കോടതിയിലേക്കാണ് അപ്ലിക്കേഷൻ കൊടുക്കുന്നത്. ഈ SSC കൊടുക്കേണ്ട ഒരു എമൗണ്ട് എന്ന് പറയുന്നത് ആർക്ക് കൊടുക്കണം? സെൻട്രൽ ഗവൺമെൻറ്റിൽ ഒരു കോടതി വഴിയായിട്ട് ഡീഫോൾട്ട് വരുത്തിയ തുക അടയ്ക്കണം എന്നുള്ളതാണ് അപ്ലിക്കേഷൻ ടു കോർട്ട് എന്ന് പറയുന്ന ആ ഒരു മോഡ് ഓഫ് പേയ്മെൻറ്റിൽ ഇവിടെ ഇൻകം ടാക്സ് അതോറിറ്റി എന്ന് പറയുന്ന അസസിംഗ് ഓഫീസർ അല്ലെങ്കിൽ TRO കൊടുക്കുന്നത്.
അപ്പോൾ അപ്ലിക്കേഷൻ ടു ദ കോർട്ടിലേക്കാണ് ആര് ഈ അപ്ലിക്കേഷൻ കൊടുക്കുന്നത്? അസസിങ് ഓഫീസർ അല്ലെങ്കിൽ ടാക്സ് റിട്ടേണിംഗ് ഓഫീസർ കൊടുക്കുന്നത്. അവിടെ പറയുന്നത് ഈ SSCക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു എമൗണ്ട് ഉണ്ടെങ്കിൽ ആ പൈസ എവിടേക്ക് അടയ്ക്കണം? റിക്കവറി ഓഫ് ടാക്സ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കാനായിട്ടാണ് അസസിങ് ഓഫീസർ അല്ലെങ്കിൽ ടാക്സ് റിട്ടേണിംഗ് ഓഫീസർ ഒരു അപ്ലിക്കേഷൻ കൊടുക്കുന്നത്. എവിടേക്കാണ് കൊടുക്കുന്നത്? കോർട്ടിലേക്ക് ഒരു അപ്ലിക്കേഷൻ കൊടുക്കുന്നത്. ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് വൺ, സെയിൽ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. ഇമ്മൂവബിൾ പ്രോപ്പർട്ടി വിറ്റുകൊണ്ട് ടാക്സ് റിക്കവറി ആണ് ലാസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ദി അസസിംഗ് ഓഫീസർ ഓർ TRO മേ റിക്കവർ എനി എമൗണ്ട് ഡ്യൂ ഫ്രം എൻ SSC ബൈ സെയിൽ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഓഫ് ദ SSC ഇഫ് ഓതറൈസ്ഡ് ബൈ ദ പ്രിൻസിപ്പൽ ചീഫ് കമ്മീഷണർ ഓർ ചീഫ് കമ്മീഷണർ ഓർ പ്രിൻസിപ്പൽ കമ്മീഷണർ ഓർ കമ്മീഷണർ അണ്ടർ എ ജനറൽ ഓർ സ്പെഷ്യൽ ഓർഡർ. ഒരു സ്പെഷ്യൽ ഓർഡർ ഇറക്കാനുള്ള പവർ ആർക്കൊക്കെയാണുള്ളത്? പ്രിൻസിപ്പൽ ചീഫ് കമ്മീഷണർ ആയിരിക്കാം, അല്ലെങ്കിൽ ചീഫ് കമ്മീഷണർ ആയിരിക്കാം, അല്ലെങ്കിൽ പ്രിൻസിപ്പൽ കമ്മീഷണർ ആയിരിക്കാം, അല്ലെങ്കിൽ കമ്മീഷണർ ആയിരിക്കാം. ഈ 4 പേർക്കും ഒരു ജനറൽ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ഓർഡർ ഇഷ്യൂ ചെയ്യാനുള്ള അധികാരമുണ്ട്. ഇവിടെ അസസിംഗ് ഓഫീസർ അല്ലെങ്കിൽ TRO എന്താണ് ചെയ്യുന്നത്? എമൗണ്ട് റിക്കവർ ചെയ്യാനായിട്ട് ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, SSCയുടെ ഏതെങ്കിലും ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അത് വിറ്റുകൊണ്ട് ആ ടാക്സ് റിക്കവറി ചെയ്യാനുള്ള ഒരു ഓതറൈസേഷനാണ് ആർക്ക് കൊടുക്കുന്നത്? പ്രിൻസിപ്പൽ ചീഫ് കമ്മീഷണർ അല്ലെങ്കിൽ ചീഫ് കമ്മീഷണർ, പ്രിൻസിപ്പൽ കമ്മീഷണർ അല്ലെങ്കിൽ കമ്മീഷണർ വഴിയായിട്ട് ഒരു സ്പെഷ്യൽ ഓർഡർ വാങ്ങിക്കൊണ്ട് ചെയ്യുന്നത്. അപ്പോൾ അതർ റിക്കവറി മെത്തേഡ്സ് എന്ന് പറയുന്നതിൽ ഞാൻ 4 ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഡിസ്കസ് ചെയ്തിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് ഓഫ് സാലറി ആണ്. ഒരു എംപ്ലോയി ആണ് എന്നുണ്ടെങ്കിൽ എംപ്ലോയർ ത്രൂ ആ റിക്കവറി ഓഫ് ടാക്സ് എന്ന് പറയുന്നത് ഒരു അസസിംഗ് ഓഫീസർക്കോ അല്ലെങ്കിൽ TROന് ചെയ്യാവുന്നതാണ്. രണ്ടാമത്തത് പറഞ്ഞിട്ടുള്ളത് റിക്കവറി ഫ്രം ഡെറ്റർ. ഒരു SSCക്ക് ഏതെങ്കിലും ഒരു പാർട്ടി എമൗണ്ട് കൊടുക്കാനുണ്ടെങ്കിൽ ആ പാർട്ടിയെ ഇൻഫോം ചെയ്തുകൊണ്ട് ഒരു അസസിംഗ് ഓഫീസർക്കോ അല്ലെങ്കിൽ TROനോ ഈ SSCയുടെ ടാക്സ് എന്ന് പറയുന്നത് റിക്കവർ ചെയ്തെടുക്കാവുന്നതാണ്. തേർഡ് മെത്തേഡ് എന്ന് പറയുന്നത് ഒരു കോടതിയിലേക്ക് അസസിംഗ് ഓഫീസർക്കോ അല്ലെങ്കിൽ TROനോ ഒരു അപ്ലിക്കേഷൻ കൊടുത്തുകൊണ്ട് SSCക്ക് ഏതെങ്കിലും വകയിൽ എന്തെങ്കിലും പണം ലഭിക്കാനായിട്ടുണ്ടെങ്കിൽ ആ പണം റിക്കവർ ചെയ്ത് ടാക്സ് ആയിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡാണ് അപ്ലിക്കേഷൻ ടു കോർട്ട് എന്ന് പറയുന്നത്. 4ാമത്തെ മെത്തേഡ് എന്ന് പറയുന്നതാണ് സെയിൽ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇവിടെ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി വിറ്റുകൊണ്ട് അത് ആരുടെ പെർമിഷൻ ഉണ്ടായിരിക്കണം? അസസിംഗ് ഓഫീസർ അല്ലെങ്കിൽ TROന് പ്രിൻസിപ്പൽ ചീഫ് കമ്മീഷണറുടെയോ അല്ലെങ്കിൽ ചീഫ് കമ്മീഷണറുടെയോ പ്രിൻസിപ്പൽ കമ്മീഷണറുടെയോ സ്പെഷ്യൽ ഓർഡറോട് കൂടി മാത്രമേ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി വിറ്റുകൊണ്ട് റിക്കവറി ഓഫ് ടാക്സ് എന്ന് പറയുന്നത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് നമുക്ക് എടുക്കാനുള്ളത് റിക്കവറി ത്രൂ സ്റ്റേറ്റ് ഗവൺമെൻറ്. അപ്പം 3ാമത്തെ മെത്തേഡ് എന്ന് പറയുന്നതാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് ത്രൂ റിക്കവറി ഓഫ് ടാക്സ് എന്ന് പറയുന്നത് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതിൻ്റെ സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 227 ആണ്. ഇഫ് ദ റിക്കവറി ഓഫ് ടാക്സ് ഇൻ എനി ഏരിയ ഹാസ് ബീൻ എൻട്രസ്റ്റഡ് ടു സ്റ്റേറ്റ് ഗവൺമെൻറ്, ദ സ്റ്റേറ്റ് ഗവൺമെൻറ് മേ റിക്കവർ ദ ടാക്സ് ഇൻ ദ സെയിം മാനർ എനി മുനിസിപ്പൽ ഓർ ലോക്കൽ ടാക്സ് ഈസ് റിക്കവർഡ്. സാധാരണ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് എങ്ങനെയാണോ മുനിസിപ്പൽ ടാക്സ് അല്ലെങ്കിൽ ലോക്കൽ ടാക്സ് റിക്കവർ ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ ഇൻകം ടാക്സ് എന്ന് പറയുന്നതും ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ എൻട്രസ്റ്റ് ചെയ്യുകയാണെങ്കിൽ റിക്കവറി ഓഫ് ടാക്സ് പോലെ തന്നെ ചെയ്യാവുന്നതാണ് ആസ് പെർ സെക്ഷൻ 227. നെക്സ്റ്റ് സെക്ഷൻ 228A ആണ്. ദറ്റ് ഈസ് ദ റിക്കവറി ആസ് പെർ ദ അഗ്രിമെൻറ്റ് വിത്ത് ഫോറിൻ കൺട്രീസ്. ഫോറിൻ കൺട്രീസ് വഴിയായിട്ട് എങ്ങനെയാണ് നമുക്ക് റിക്കവറി നടത്താനായിട്ട് സാധിക്കുക? അവിടെ ഒരു എഗ്രിമെൻ്റ് ഉണ്ടായിരിക്കണം. എന്താണ്, ആരുമായിട്ടാണ് എഗ്രിമെൻ്റ് നടത്തുന്നത്? ആസ് പെർ എൻ എഗ്രിമെൻറ്റ് വിത്ത് ഫോറിൻ കൺട്രീസ്. ഫോറിൻ കൺട്രീസുമായിട്ടാണ് ഈ എഗ്രിമെൻ്റ് നടത്തുന്നത് ആസ് പെർ സെക്ഷൻ 228A എന്ന് പറയുന്നത്. Where there is an agreement by the central government with the government of any foreign country for recovery of income tax, any arrear tax due from an SSC in default who has the property in such a foreign country can be recovered with the help of the government of the foreign country. ഇവിടെ എഗ്രിമെൻ്റ് ഉണ്ടാക്കുന്നത് ആര് തമ്മിലാണ്? സെൻട്രൽ ഗവൺമെൻറ്റും അതോടൊപ്പം തന്നെ ഒരു ഫോറിൻ കൺട്രി ആയിട്ടാണ് ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കുന്നത്. എന്താണ് ഈ എഗ്രിമെൻറ്റിൻ്റെ ബേസ് എന്ന് പറയുന്നത്? റിക്കവറി ഓഫ് ഇൻകം ടാക്സ് ആണ്. എങ്ങനെയുണ്ടെങ്കിലാണ് ഈ ഫോറിൻ കൺട്രി ആയിട്ട് എഗ്രിമെൻറ്റ് വയ്ക്കുന്നത്? ഈ SSCയുടെ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി ഫോറിൻ കൺട്രിയിലുണ്ടെങ്കിൽ ആ ഒരു ഫോറിൻ കൺട്രി ആയിട്ടാണ് സെൻട്രൽ ഗവൺമെൻറ് ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്?
ഈ അരിയർ ടാക്സ് എന്ന് പറയുന്നത് SSCയുടെ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടിയിൽ ഒരു അറ്റാച്ച്മെൻറ്റ് നടത്തണമെന്നുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിന് ആരുടെ ഒരു ഹെൽപ്പ് വേണം? ആ ഫോറിൻ കൺട്രിയിലുള്ള ഗവൺമെൻറ്റിൻ്റെ ഒരു ഹെൽപ്പ് വേണം. അതിന് വേണ്ടിയിട്ടാണ് സെക്ഷൻ 228A പ്രകാരം ഒരു സെൻട്രൽ ഗവൺമെൻറ്റും ഫോറിൻ കൺട്രിയും തമ്മിൽ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കുകയും ആ എഗ്രിമെൻ്റ് എന്ന് പറയുന്ന ഫോറിൻ കൺട്രി ഏതാണ്? SSCയുടെ പ്രോപ്പർട്ടി ഏതെങ്കിലും ഉള്ള ഒരു ഫോറിൻ കൺട്രി ആയിരിക്കണം. ആ ഒരു കൺട്രി ആയിട്ടാണ് ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കുകയും ആ ഗവൺമെൻറ് ത്രൂ എന്താണ് ചെയ്യുന്നത്? റിക്കവറി ഓഫ് ടാക്സ് എന്ന് പറയുന്നതാണ് സെക്ഷൻ 228A പ്രകാരം ചെയ്യുന്നത്. നെക്സ്റ്റ് സെക്ഷൻ 232 ആണ് റിക്കവറി ബൈ സ്യൂട്ട് ഓർ അണ്ടർ അതർ ലോ. സ്യൂട്ട് ഫയൽ ചെയ്യുകയോ അല്ലെങ്കിൽ വേറെ ലീഗൽ മെത്തേഡ്സ് ഉപയോഗിച്ചുകൊണ്ട് റിക്കവറി ഓഫ് ടാക്സ് എന്ന് പറയുന്നതാണ് സെക്ഷൻ 232 എന്ന് പറയുന്നത്. The government has the right to file a suit for the recovery of the amount due from the SSC. Any other law relating to the recovery of debts can also be used for recovery. അപ്പോൾ ഗവൺമെൻറ്റിന് സെൻട്രൽ ഗവൺമെൻറ്റിന് എന്ത് ചെയ്യാൻ സാധിക്കും? സ്യൂട്ട് ഫയൽ ചെയ്യാനായിട്ട് സാധിക്കും. എന്തിനുള്ള സ്യൂട്ടാണ് ഫയൽ ചെയ്യുന്നത്? റിക്കവറി ഓഫ് ടാക്സിന് വേണ്ടിയിട്ടുള്ള സ്യൂട്ടാണ് ഫയൽ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഈ സ്യൂട്ട് ഫയൽ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ റിക്കവറി ഓഫ് ഡെറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് എന്തൊക്കെ ലീഗൽ ഫോർമാലിറ്റീസ് ചെയ്യാനായിട്ട് സാധിക്കും, ആ ലീഗൽ ഫോർമാലിറ്റീസ് എല്ലാം തന്നെ നമുക്കിവിടെ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ 5 മെത്തേഡാണ് നിങ്ങളുടെ ടെക്സ്റ്റിലുള്ളത്. 6ാമത്തെ ഒരു മെത്തേഡും കൂടി ഞാൻ പറയുന്നുണ്ട്. അതെല്ലാ സ്റ്റുഡൻസും ഒന്ന് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ മാർക്ക് ചെയ്ത് വയ്ക്കുക. ദാറ്റ് ഈസ് ദ റിക്കവറി ഓഫ് പെനാൽറ്റീസ്, ഫൈൻ, ഇൻട്രസ്റ്റ് ആൻഡ് അതർ സം അക്കോർഡിംഗ് ടു സെക്ഷൻ 229. റിക്കവറി എന്ന് പറയുന്നത് ടാക്സ് മാത്രമല്ല, പെനാൽറ്റി, ഫൈൻ, അതുപോലെ തന്നെ എനി ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു എമൗണ്ട് ഉണ്ടെങ്കിൽ അക്കോർഡിംഗ് ടു സെക്ഷൻ 229 പ്രകാരം റിക്കവറി ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും പോയിൻ്റാണ് റിക്കവറി ഓഫ് ടാക്സ് എന്ന് പറയുന്നതിൽ മോഡ്സിൽ പഠിക്കാനുള്ളത്. ഒന്ന് സർട്ടിഫിക്കറ്റ് ടു TRO ടാക്സ് റിക്കവറി ഓഫീസർ. രണ്ടാമത് പറയുന്ന അതർ മെത്തേഡ്സ് എന്ന് പറയുന്നതിൽ 4 എണ്ണം പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ്? അറ്റാച്ച്മെൻറ്റ് ടു ദ സാലറി, സെക്കൻഡ് വൺ റിക്കവറി ഫ്രം ദ ഡെറ്റേഴ്സ്, തേർഡ് വൺ അപ്ലിക്കേഷൻ ടു കോർട്ട്, ഫോർത്ത് വൺ സെയിൽ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. ഇനി തേർഡ് മോഡ് എന്ന് പറയുന്നത് സെക്ഷൻ 227 പ്രകാരം റിക്കവറി ത്രൂ സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ്. ഫോർത്ത് സെക്ഷൻ 228 സബ്സെക്ഷൻ A പ്രകാരം എഗ്രിമെൻറ്റ് വിത്ത് ഫോറിൻ കൺട്രീസ് ആണ്. നെക്സ്റ്റ് വൺ സെക്ഷൻ 232 റിക്കവറി ബൈ സ്യൂട്ട് ഓർ എനി അതർ ലോ. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് സെക്ഷൻ 229 റിക്കവറി ഓഫ് പെനാൽറ്റി, ഫൈൻ, ഇൻട്രസ്റ്റ് ആൻഡ് അതർ സം എന്ന് പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ എത്രയും ക്ലിയർ ആയില്ലേ? ഇത്രയാണ് നിങ്ങളുടെ റിക്കവറി ഓഫ് ടാക്സ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമുക്ക് ഒരു പ്രോബ്ലം കൂടിയും ഇന്നത്തെ ക്ലാസ്സിൽ ഒന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. നേരത്തെ പറഞ്ഞിട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുപോലത്തെ ഒരു പ്രോബ്ലം തന്നെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ഭാഗത്തിൽ തന്നെ ഒരു പ്രോബ്ലം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും പേജ് നമ്പർ 195 എടുക്കുക. പേജ് നമ്പർ 195 ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. അതിൽ ഇനി നേരത്തെ പറഞ്ഞിട്ടുള്ളതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ഈ പ്രോബ്ലം കൂടി ഇന്നത്തെ ക്ലാസ്സിൽ ഒന്ന് പറയുന്നത്. ഞാൻ ആദ്യം ചോദ്യം വായിക്കാം. ശ്രീ മാധവൻ ഹാസ് ടു പേ ₹86,000 ആസ് അഡ്വാൻസ് ടാക്സ്. ഹി പെയ്ഡ് ദ എമൗണ്ട് ആസ് അണ്ടർ. On 15th June first installment 12,000. On 15th September second installment 17,200. On 15th December third installment 18,900. On 15th March fourth installment ₹37,900. Compute interest payable under section 234C. ഓക്കെ, അപ്പോൾ നമുക്ക് മുമ്പ് അറിയാവുന്ന പോലെ തന്നെ 5 കോളുള്ള ഒരു ടേബിൾ വരയ്ക്കുക. അതിലെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻ്റ് ആണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. ആ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ ഡ്യൂ ഡേറ്റ് എന്നാണ് 15/6. സെക്കൻഡ് കള്ളിയിൽ നമ്മൾ എഴുതേണ്ടത് 12% ആണ്. ഇതിൽ നമുക്ക് ടോട്ടൽ ടാക്സ് അടയ്ക്കേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? 86,000 അഡ്വാൻസ് ടാക്സ് എന്ന് പറഞ്ഞ് നമുക്ക് പ്രോബ്ലത്തിൽ തന്നതുകൊണ്ട് വേറെ കാൽക്കുലേഷൻ ഒന്നും ആവശ്യമില്ല. അപ്പോൾ 86,000-ൻ്റെ 12% എന്ന് പറയുന്നതാണ് റിക്വയർഡ് എമൗണ്ട്. അതവിടെ ഒരാൾക്കും കൺഫ്യൂഷൻ വരരുത്. റിക്വയർഡ് എമൗണ്ട് എന്ന് പറയുന്നതിൻ്റെ പെർസെൻറ്റേജ് 12, 36, 75, 100.
ഓക്കെ, മുമ്പ് പറഞ്ഞത് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നും കൂടി ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വീണ്ടും ഈ പ്രോബ്ലം തന്നെ ഞാൻ പറയുന്നത്. 12% റിക്വയർഡ് എമൗണ്ട്. ഓക്കെ, അപ്പോൾ 86,000-ൻ്റെ 12% എന്ന് പറയുമ്പോൾ 10,320 വരുന്നുണ്ട്. അഡ്വാൻസ് ടാക്സ് പെയ്ഡ് ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് എത്രയാണ്? 12,000 രൂപയാണ്. അപ്പോൾ അതിൻ്റെ റിക്വയർഡ് എമൗണ്ട് എത്രയുണ്ട്? 10,320 ഉള്ളൂ. പക്ഷേ നമ്മൾ അഡ്വാൻസ് ടാക്സ് എത്ര കൊടുത്തിട്ടുണ്ട്? 12,000 രൂപ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് വരുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് 4-ാമത്തെയും 5-ാമത്തെയും കോളത്തിൽ എന്ത് എഴുതിയാൽ മതി? നിൽ എഴുതിയാൽ മതി. ക്ലിയർ അല്ലേ? ഇനി സെക്കൻഡ് ഇൻസ്റ്റാൾമെൻ്റ് എന്ന് പറയുന്നത് 15/9 സെപ്റ്റംബർ ആണ്. അതിന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട റേറ്റ് എന്ന് പറയുന്നത് 36% റിക്വയർഡ് എമൗണ്ട്. അപ്പോൾ നമ്മുടെ 86,000 രൂപയുടെ 36% ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് 30,960 കിട്ടി. എല്ലാ കുട്ടികൾക്കും കിട്ടിയില്ലേ? 86,000-ൻ്റെ 36% എന്ന് പറയുമ്പോൾ 30,960 വരിക. പക്ഷേ അഡ്വാൻസ് ടാക്സ് അടച്ചിട്ടുള്ളത് ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് 12,000, സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് 17,200 എന്ന് പറയുമ്പോൾ ടോട്ടൽ എത്ര രൂപ മാധവൻ അഡ്വാൻസ് ടാക്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്? 29,200 രൂപ കൊടുത്തിട്ടുണ്ട്. പക്ഷേ 29,200 മതിയോ? പോരാ. എത്ര രൂപ വേണം? 30,960 രൂപ വേണം. അപ്പോൾ ഇനി എത്ര രൂപയുമേലാണ് പലിശ കൊടുക്കേണ്ടത്? 30,960 റിക്വയർഡ് എമൗണ്ട്. പക്ഷേ 29,200 രൂപയാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ബാക്കിയുള്ള എമൗണ്ട് ആയിട്ടുള്ള 1,760 രൂപയുമ്പോഴാണ് നമ്മൾ ഇൻട്രസ്റ്റ് കണക്കാക്കേണ്ടത്. അപ്പോൾ 1,760 എന്ന് പറയുമ്പോൾ റൗണ്ട് ചെയ്തിട്ട് 1,700 കണ്ടാൽ മതി. 1,700 ഇൻറ്റു 1% ഇൻറ്റു 3 എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇൻട്രസ്റ്റ് കണക്കാക്കേണ്ടത്. ഒന്ന് കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കൂ. 1,700 ഇൻറ്റു 1% ഇൻറ്റു 3 എത്ര രൂപ കിട്ടി? 51 കിട്ടി. ഓക്കെ, അപ്പോൾ അത് ഔട്ടർ കോളത്തിൽ ലാസ്റ്റ് കോളത്തിൽ എഴുതി വയ്ക്കുക. ഇനി ഫോർത്ത് ഇൻസ്റ്റാൾമെൻ്റ് എന്ന് പറയുന്നത് കൊടുക്കേണ്ടത് ഡിസംബർ 15-ാം തീയതിയാണ്. അപ്പോൾ 15/12 എഴുതുക. 75% നോക്കേണ്ടത്. 86,000-ൻ്റെ 75% ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. എത്ര എമൗണ്ട് കിട്ടിയിട്ടുണ്ട്? 64,500 രൂപ എല്ലാവർക്കും കിട്ടിയില്ലേ? ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ. 86,000-ൻ്റെ 75% എന്ന് പറയുമ്പോൾ 64,500 കിട്ടി. ഓക്കെ, എത്ര രൂപയാണ് മാധവൻ തേർഡ് ഇൻസ്റ്റാൾമെൻറ്റ് അടക്കം അടച്ചിട്ടുള്ളത്? 12,000, 17,200, 18,900 3 എണ്ണമാണ് അടച്ചിട്ടുള്ളത്. ആ 3 കൂടി ഒന്ന് കൂട്ടി നോക്കാം. അപ്പോൾ എത്ര രൂപ കിട്ടി? 12,000 പ്ലസ് 17,200 പ്ലസ് 18,900 എന്ന് പറയുമ്പോൾ 48,100 രൂപ കിട്ടി. ഈ 48,100 മതിയോ? റിക്വയർഡ് എമൗണ്ട് എത്രയാണ്? 64,500 ആണ്. പക്ഷേ ഇദ്ദേഹം അഡ്വാൻസ് ടാക്സ് അടച്ചിട്ടുള്ളത് 48,100 ഉള്ളൂ. അപ്പോൾ ബാക്കി എത്ര രൂപ നമുക്ക് കൊടുക്കാനുണ്ട്? 16,400 രൂപയുണ്ട്. അതുമ്പോഴാണ് നമ്മൾ ഇൻട്രസ്റ്റ് കണക്കാക്കേണ്ടത്. അപ്പോൾ 16,400 ഇൻറ്റു 1% എത്ര മാസത്തേക്കാണ്? 3 മാസത്തേക്കാണ് നമ്മൾ കണക്കാക്കേണ്ടത്. 1% പെർ മന്ത് ആയതുകൊണ്ടാണ് നമ്മൾ ഇൻറ്റു 3 ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കൂ. 16,400 ഇൻറ്റു 1/100 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ എത്ര രൂപ കിട്ടി? 492 കിട്ടി. ഓക്കെ, ഇനി ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ഡേറ്റ് എന്നാണ്? 15th March ആണ്. 15th March 15/3 എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര ശതമാനം നോക്കണം? 100% നോക്കണം. അപ്പോൾ 100% 86,000 കാണുമ്പോൾ എത്ര രൂപ വരും? 86,000 വരും. പക്ഷേ മാധവൻ ടോട്ടൽ അഡ്വാൻസ് ടാക്സ് എത്ര കൊടുത്തിട്ടുണ്ട്? 12,000, 17,200, 18,900, 37,900. ഇത് 4 കൂടി ഒന്ന് ആഡ് ചെയ്ത് നോക്കൂ. 12,000 പ്ലസ് 17,200 പ്ലസ് 18,900 പ്ലസ് 37,900 എത്ര രൂപ കിട്ടി? 86,000 കിട്ടി. അപ്പോൾ അഡ്വാൻസ് ടാക്സ് 86,000 രൂപയേ ഉള്ളൂ. അത് 4 ഇൻസ്റ്റാൾമെൻ്റായിട്ട് നമ്മുടെ മാധവൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ഇൻട്രസ്റ്റ് വരുന്നുണ്ടോ? ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റിൽ ഇൻട്രസ്റ്റ് വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇൻട്രസ്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഏതൊക്കെ ഇൻസ്റ്റാൾമെൻറ്റിലാണ് ഇവിടെ ഇൻട്രസ്റ്റ് വരുന്നത്? സെക്കൻഡും തേർഡേ വരുന്നുള്ളൂ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഞാൻ മുമ്പ് പറയാൻ വിട്ടുപോയത് ഇപ്പോൾ പറയുകയാണ്. ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ കേസിൽ റിക്വയർഡ് എമൗണ്ട് 12% ഉണ്ട്. അത് ആ എമൗണ്ട് അടച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 15% കാണണം. അതായത് ഇപ്പോൾ 12% കണ്ടപ്പോൾ 86,000 10,320 അദ്ദേഹം അടച്ചിട്ടുള്ളത് 10,000 ആണെങ്കിൽ നിങ്ങൾ ഇൻട്രസ്റ്റ് കണക്കാക്കുമ്പോൾ 15% ഓഫ് 86,000 നോക്കിയിട്ട് വേണം ബാക്കിയുള്ള എമൗണ്ടിന് പലിശ അടയ്ക്കേണ്ടതുണ്ട്. അത് അന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയാൻ വിട്ടുപോയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഒന്നും കൂടി ഞാനിത് പറഞ്ഞുകൊണ്ട് ഒന്നും കൂടിയും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്.
ക്ലിയർ ആയില്ലേ? അതായത് ആദ്യത്തെ ഇൻസ്റ്റാൾമെൻറ്റ് 12% ഓഫ് 86,000 ആണ് റിക്വയർഡ് എമൗണ്ട് എന്നുണ്ടെങ്കിലും ആ എമൗണ്ട് അഡ്വാൻസ് ടാക്സ് ആയിട്ട് അടച്ചിട്ടില്ല. പലിശ കണക്കാക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 15% ഓഫ് അഡ്വാൻസ് ടാക്സ് കണക്കാക്കിയിട്ട് അതിൽ ഷോർട്ടേജ് വരുന്ന എമൗണ്ടിന് എന്ത് കണക്കാക്കണം? ഇൻട്രസ്റ്റ് കണക്കാക്കണം. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത്. ഒരു ടോപ്പിക്കും കൂടിയും ഈ ചാപ്റ്ററിൽ എടുക്കാനുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. ഈ എടുത്ത ഭാഗങ്ങളിൽ ഞാൻ ഇന്ന് കൂടുതലായിട്ട് എടുത്തിട്ടുള്ളത് റിക്കവറി ഓഫ് ടാക്സ് എന്ന് പറയുന്നതാണ്. അതോടൊപ്പം തന്നെ ടാക്സ് കളക്ട് ചെയ്യുന്നതിൽ 2 ചെറിയ ടോപ്പിക്ക് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കുക. സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ പഠിക്കാൻ നോക്കുക. അന്നന്ന് എടുക്കുന്ന പാഠങ്ങൾ അന്നന്ന് പഠിക്കുകയും മനസ്സിലാക്കുകയും വേണം. ഇഫ് ദർ ഈസ് എനി ഡൗട്ട്സ് please clarify at the time of your interaction. Thank you very much. Have a nice day.